ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടർക്കിയെ എങ്ങനെ ബ്രൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് ടർക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ഈ കിറ്റാണ് വാങ്ങിച്ചത്, ടർക്കി ബ്രൈൻ കിറ്റൊക്കെ. യൂഷ്വലി ഞങ്ങൾ എന്താ പറയുക, ഓർഗാനിക് ടർക്കിയൊക്കെ വാങ്ങിക്കണം. ഈ പ്രാവശ്യം ഇത് ഹെയർലൂം ടർക്കി എന്ന് പറഞ്ഞിട്ട് ഹോൾ ഫുഡ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. സെറ്റ് ഉണ്ടോ, ഹെയർലൂം ടർക്കി എന്ന് പറഞ്ഞിട്ട് ഹോൾ ഫുഡ്സിൽ നിന്ന് വാങ്ങിച്ചത്. നോക്കാം, നാച്ചുറലായിട്ടൊക്കെ ഉള്ളതായിരിക്കും. അപ്പം നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ. ഈ കിറ്റിൽ ബ്രൈൻ കിറ്റിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മൾ 4 cups ഓഫ് വാട്ടർ എടുത്തിട്ട് അതിനകത്തൊട്ടിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ഇത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അത് ബോയിൽ ചെയ്തിട്ട് പിന്നെ ഒരു 1 gallon വാട്ടർ ആഡ് ചെയ്തിട്ട് കൂൾ ചെയ്യാൻ വെക്കണം. ഓക്കെ, എന്നിട്ട് കൂൾ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ടർക്കി അതിനകത്ത് വെക്കാം. ടർക്കി അവിടെ ഇരിക്കട്ടെ. കൂൾ ചെയ്ത് വരുമ്പോഴത്തേന് നമുക്ക് ടർക്കിയെ ക്ലീനൊക്കെ ചെയ്ത് എടുക്കാം. ഇതേപ്പം ഈ ബ്രൈൻ കിറ്റിൽ നിന്ന് ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഇതുണ്ട് കവർ. ഇത് ടർക്കിയെ വെക്കാൻ വേണ്ടിയിട്ടൊരു കവറുണ്ട്. പിന്നെ ഒരു റബ്ബി എന്ന കിറ്റുണ്ട്. ഓക്കെ, അത് പിന്നെ ചെയ്യാനാണ്. നമ്മൾ ഈ ബ്രൈൻ ചെയ്തിട്ട് റബ്ബ് ചെയ്യുന്നൊരു കിറ്റുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ബ്രൈൻ ചെയ്യാനുള്ള സാധനങ്ങളുള്ള. അതിനകത്ത് സാൾട്ടും പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം ഈ വെള്ളത്തിൽ. ഓക്കെ, അപ്പോൾ വാട്ടറിലിട്ടിട്ട് മിക്സ് ചെയ്ത് ബോയിൽ ചെയ്തിട്ട് എടുക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ സ്പൈസസ് ആൻഡ് സാൾട്ടുള്ള മിക്സ് നമുക്ക് ഇതിലിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്ത് വരട്ടെ. ഓക്കെ, അടച്ച് വെച്ചേക്കാം. അടച്ച് വെച്ച് ബോയിൽ ചെയ്ത് നമുക്ക് ഓക്കെ ചെയ്യാം. അപ്പം അത് അവിടെ ഇരുന്ന് ബോയിൽ ചെയ്ത് എന്താ പറയുക, പിന്നെ കൂൾ ചെയ്തൊക്കെ വന്നിട്ട് മതി ടർക്കിയെ ക്ലീൻ ചെയ്യാൻ. ഓക്കെ, അപ്പോഴത്തേന് നമുക്കിത് വേണമെങ്കിൽ അങ്ങ് എടുത്ത് വെച്ചേക്കാം. പിന്നെ കൂൾ ചെയ്ത് വരുമ്പോഴത്തേന് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പം ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ ബോയിൽ ചെയ്യാൻ തുടങ്ങിയ ഒരു 5 minutes കൂടെ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ, അത് മതി. അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കാൻ പറയുന്നത്. ഓക്കെ, 1 gallon വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം, കോൾഡ് വാട്ടർ. ഓക്കെ, കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കൂൾ ചെയ്യാൻ ഫ്രിഡ്ജിലോട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിലോട്ട് കൂൾ ചെയ്യാൻ എടുത്ത് വെച്ചു. അപ്പം നമ്മൾ ടർക്കി ഇങ്ങനെ സിപ്ലോക്ക് ബാഗിലാക്കി വെച്ചു. തണുത്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ പ്ലാസ്റ്റിക് ബാഗിലോട്ട് ടർക്കി വെച്ച് നമ്മളുണ്ടാക്കി അത് കോൾഡ് അതെടുത്തിട്ട് ടർക്കിയെ അതിനകത്തിട്ട് അത് ഒഴിച്ചതിങ്ങനെ അത് സോക്ക് ചെയ്തിരിക്കുകയുണ്ട്. ഇനിയിപ്പോൾ നാളെ നമ്മളെപ്പോഴും അത് ഉണ്ടാക്കുന്ന ടർക്കി റോസ്റ്റ് ചെയ്യുന്ന ടൈം ആകുമ്പം നമുക്കിതെടുത്ത് ക്ലീനൊക്കെ ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ അത് ടർക്കിനകത്ത് ഇങ്ങനെ സിങ്ക് ചെയ്ത് കിടക്കണം. ഓക്കെ, അതേപോലെ ഇട്ടിട്ട് നമുക്കിനിപ്പം ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇതിപ്പം ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിരിക്കുക. നമുക്കിനി എപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, റോസ്റ്റ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ ഇതെടുത്തിട്ട് ക്ലീനൊക്കെ ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, ക്ലീനൊക്കെ ചെയ്ത് റോസ്റ്റ് ചെയ്യുന്നതെല്ലാം ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ ടർക്കി ബ്രൈൻ ചെയ്തത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം. എത്രയാണ് വെച്ചിട്ട് ടർക്കി ബ്രൈൻ ചെയ്യാൻ സാൾട്ടിലിട്ട് വെക്കുന്ന പോലെ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. റോസ്റ്റ് ചെയ്തെടുക്കുക. ടർക്കി ഇപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞങ്ങൾ യൂഷ്വലി ചുമ്മാ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പുറത്ത് വെട്ടി പിന്നെ അതിനുള്ളിൽ സ്റ്റഫിങ് ഒക്കെ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കുന്നതന്നേ ഉള്ളൂ കേട്ടോ. ഞാനിത് ചുമ്മാ വെറുതെ ഒരു ടർക്കി ബ്രൈൻ ചെയ്യുന്ന വീഡിയോ എടുത്തതന്നേ ഉള്ളൂ കേട്ടോ.
നെക്സ്റ്റ് ടൈം താങ്ക്സ്ഗിവിങ് ചെയ്യുമ്പം ഇങ്ങനെ ടർക്കി ബ്രൈൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അത് ഇച്ചിരി റബ്ബ് ചെയ്ത് പിന്നെ യൂഷ്വലി നമ്മൾ സെല്ലറിയും ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് വെച്ചേക്കുക. ടർക്കി റോസ്റ്റ് ചെയ്യാൻ പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ ഓയിലെടുത്തിട്ട് ബാസ്റ്റിങ് ടർക്കി ബാസ്റ്റിങ് അല്ലെങ്കിൽ അതങ്ങനെ ഡ്രൈ ആയി ഒത്തിരി അലങ്ങി ചെയ്യാൻ ഒത്തിരി ബേൺ ചെയ്യാതിരിക്കാൻ. 2.5 hours എത്ര ബേക്കിൽ 325 ബേക്കിലിട്ടിട്ട് 3.5 hours ഇട്ടുണ്ട് റെഡി ആയിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ താങ്ക്സ്ഗിവിങ് ടർക്കി ഉണ്ട് റെഡി ആയിട്ടിരിക്കുന്നു. പ്ലേറ്റിലോട്ടൊക്കെ എടുത്ത് വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം അല്ലേ. ഇങ്ങനെ ഒരു 30 minutes ഇങ്ങനെ വെക്കണം. ഓക്കെ, സെറ്റിൽ ചെയ്യാൻ. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ടർക്കി റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ. റെഡി ടു സെർവ്.